പോലെ വളരെ പവർഫുൾ ആയിട്ടും എന്നാൽ കോൺസോൾ പോലെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും തേടിയാണ് ഉത്തരാഖണ്ഡ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലയന്റ് അരുൺ കുമാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പി സിയിലെ പെർഫോമൻസിന് ഒരു ലാഗോ ഡ്രോപ്പോ ഒന്നും ഉണ്ടാവരുത്, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സാധനം വേണ്ട, കുറച്ച് പോർട്ടബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സി ബിൽഡിന് എടുത്ത പ്രൊസസർ AMD Ryzen 9 9800X 3D ആണ്. ഗെയിമിംഗിൽ വേൾഡ്സ് ബെസ്റ്റ് ആയിട്ട് കറന്റ് ഇന്നത്തെ ടൈം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 2025. ഈ ഒരു ടൈം പീരീഡിൽ ഗെയിമിംഗിന് ഏറ്റവും ബെസ്റ്റ് പ്രൊസറാണ് 9800X 3D. അപ്പൊ ഈ ഒരു ബിൽഡിന് നമ്മൾ ആ പ്രൊസസർ തന്നെയാണ് ഉപയോഗിച്ചത്. മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്കറിയാം, പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടറുള്ള പി സി ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു ഫാക്ടറിലുള്ള ക്യാബിനറ്റ് ആണ്. നമുക്ക് ഒരിക്കലും വലിയ ATX ആയിട്ടുള്ള സൈസിലുള്ള മദർ ബോർഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മദർ ബോർഡ് MSIയുടെ B650i ഗെയിമിംഗ് എഡ്ജ് വൈഫൈ ആണ്. വൈഫൈയും ബ്ലൂടൂത്തും ഉള്ള ഒരു മദർ ബോർഡാണ്, ചെറിയ ബോർഡാണ്. ഈ ഒരു ബോർഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫോം ഫാക്ടർ തന്നെയാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 32 GHz ആണ്. 32 GHz അല്ല, GB ആണ് റാം. 32 GB 16 GB 2 സ്റ്റിക്ക് 6000 MHz G Skill Tridents എന്ന് പറയുന്ന 6 GB റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോക്ക് ലാറ്റൻസി 30 ആണ് കേട്ടോ. 1 TB M.2 ആണ് Gen 4. ഹാർഡ് ഡിസ്ക് ഒക്കെ നിങ്ങൾ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഒരു പോർട്ടബിൾ പി സി നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റും ആയിരിക്കണം, ഫോം ഫാക്ടറും ചെറുതായിരിക്കണം. അല്ലാതെ ഫോം ഫാക്ടർ ചെറുതാണെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ഓവറായി പോയാലും അത് നമുക്ക് പോർട്ടബിലിറ്റീനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്ക് സ്കിപ്പ് ചെയ്ത് നമ്മൾ M.2 SSD പോയിരിക്കുന്നത്. അത് ഫാസ്റ്റ് ആണ്, റിലയബിൾ ആണ്, പിന്നെ വാറണ്ടി 5 years ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ പോയിരിക്കുന്നത് NVIDIA RTX 4070 സൂപ്പർ ഇന്നോ3ഡിയുടെ ബ്രാൻഡിലുള്ള ഒരു മോഡലാണ്. കറന്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഇത് X2 വേർഷൻ ആണ് കേട്ടോ. ഡുവൽ ഫാൻ വേരിയന്റ് ആണ്. ട്രിപ്പിൾ ഫാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ഇതേപോലത്തെ ഒരു ക്യാബിനറ്റ് വളരെ ചെറിയ ഫോം ഫാക്ടറിൽ വരുമ്പോൾ എത്രമാത്രം സ്പേസ് കൺസംഷൻ കുറയ്ക്കാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഡുവൽ ഫാൻ വേർഷൻ ആണ് വെച്ചത്. ഇനി ഇതിൽ വെച്ചിരിക്കുന്ന കൂളർ എന്ന് പറയുന്നത് ഡീപ് കൂളിന്റെ AK620 എന്ന് പറയുന്ന എയർ കൂളർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് വേർഷൻ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ബിൽഡിന്റെ വൈറ്റ് കളർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. PSU സെക്ഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് SFX എന്ന് പറയുന്ന സീരീസിൽ വരുന്ന PSU ആണ് നമ്മൾ ഇതേപോലത്തെ ക്യാബിനറ്റുകളിൽ യൂസ് ചെയ്യുന്നത്. 750 watts ഗോൾഡ് സീരീസ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു PSU ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി എടുത്തത്. അതേപോലെ തന്നെ ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ വേറെ കുറെ മോഡൽസ് ഉണ്ടെങ്കിലും പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ എടുത്തോണ്ട് പോയാൽ പറ്റില്ല. അപ്പോൾ ഒരു ഹാൻഡിലും കൂടെ ഉള്ള ഒരു മോഡൽ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലയന്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറി എടുത്ത ഒരു പിക്കാണ് H160 എന്ന് പറയുന്ന ഡീപ് കൂളിന്റെ മോഡല്. പുള്ളിക്കാരന് വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് മോഡൽ വരുത്തിയാണ് ഈ പി സി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റോഷനുണ്ട്, സനുണ്ട്, ആഷിഖുണ്ട്. ഓക്കെ, ഞാൻ ഇവരൊക്കെ പരിചയപ്പെടുത്താനല്ല വന്നത്. നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡ് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അൺബോക്സിംഗ് വീഡിയോ ഇനി അധികം വൈകാതെ വരുന്നുണ്ട്. ഇത് സൊട്ടാക്കിന്റെ RTX 5080 സോളിഡ് OC. ഓക്കെ, ലിയാൻ ലീഡർ യൂണിഫാൻസ് SL Infinity 120 നമ്മൾ ഉപയോഗിച്ചു. ഈ ഒരു ഫാനിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സെപ്ഷണൽ കൂളിംഗും എസ്തെറ്റിക്സും ആണ്. കഷ്ടപ്പെട്ട് വീണ്ടും ഒരു പി സി ബിൽഡ് ചെയ്യാണ്. ഇതിപ്പോ ഞാൻ വെരി നെക്സ്റ്റ് ഡേ ആണ് എടുത്തത് ഈ വീഡിയോ. ആക്ച്വലി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു, പിന്നെ കുറച്ചധികം തിരക്കിലായതുകൊണ്ടാണ്. അപ്പൊ ബിൽഡ് സത്യം പറഞ്ഞാൽ അജിത്ത് ഇന്നലെ ചെയ്തു. ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്നലെ ഡെലിവറി ചെയ്തു. അതിന്റെ ഒരു ഹായ് പറയടാ. ഹായ്. ഈ ഒരു ക്ലൈന്റ് ബേസ് ചെയ്തിട്ടുള്ള കുറെ ബിൽഡുകൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള പി സി ബിൽഡുകൾ ചെയ്യാനായിട്ട് മറക്കണ്ട. അതേപോലെ ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഇതേപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. പ്രശാന്ത് സൈനിങ് ഓഫ്.